അയ്യോ മോനെ, ആടിന്റെ ലോകം. നമ്മളെ മറ്റേ പാലാരിവട്ടം പാലം നല്ല നല്ല ഉറപ്പുള്ള കോൺക്രീറ്റ് ആണ്. ഇത് വലിയ പ്രശ്നം ഈ സൈക്കിളും ഇതൊക്കെയാണ്. ഇതൊക്കെ നോക്കി ഈ സൈക്കിൾ മേലൊക്കെ എത്ര പോലെ വെച്ച് കെട്ടിക്കൊണ്ടോണ്ട് പലക കടിച്ചു കണ്ട് പേടിച്ചിക്കണ. ആ ചെറിയ മാത്രമേ ഉള്ളൂ കേട്ടാ, ഉള്ളില് ഭയങ്കര പേടിയാണ്. ഏതായാലും തൽക്കാലം നമ്മളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് തിങ്കളാഴ്ച നമ്മൾ ട്രിപ്പിന്റെ 6ാമത്തെ അല്ല 7ാമത്തെ ദിവസം തിരിച്ച് നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു ഡൽഹി ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി 7 മണിക്കാണ് മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഫുൾ റണ്ണിങ് തന്നെ ചെയ്ത് ഓരോരുത്തരും മാറി മാറിയൊക്കെ ഡ്രൈവ് ചെയ്യും. നമ്മൾ ഡ്രൈവ് ചെയ്യലില്ല, നമ്മളിവിടെ ബാക്കിൽ നിന്ന് കിടന്നിറങ്ങും. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഫ്രഷ് അപ്പും ഫുഡൊക്കെ കഴിക്കണം ഒരു ഹോട്ടലിലേക്ക് നിർത്തിയിട്ട്. ഓക്കെ, ഇപ്പോൾ സമയം 8:09 കഴിഞ്ഞ്. ഇനി ഫുഡ് കഴിക്കണം. നേരെ ഡൽഹി പിടിക്കാനാണ് പ്ലാനിങ്. നോക്കട്ടെ, ഡൽഹി ക്ലോസ് ആണോ എന്നറിയില്ല. അല്ലെങ്കിൽ നേരെ ആഗ്ര പിടിക്കും. അടിപൊളി ഹൈവേ ആണ്. 120 കുറഞ്ഞ സ്പീഡ് ഓടില്ല, 100-120. ഇവിടെ ലോങ്ങൊക്കെ ചെറുതായിട്ട് കോടുണ്ട്. രാവിലെ ഭയങ്കര കോടയുന്നു, വണ്ടി ഓടിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ സൈഡാക്കി. ഇത് കണ്ടില്ലേ, തണുത്തിട്ട് മതി. അങ്ങനെ നമ്മൾ 480 കിലോമീറ്ററിന് ശേഷം ഫ്രഷപ്പിന് വേണ്ടിയിട്ട് ഇവിടെ റൂം എടുത്ത്. ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ പേര്, കാരന്താബാദ് അങ്ങനെ തോന്നും. അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയിക്കണേ. ഞാൻ ഈ ബാഗ് എടുക്കാൻ വന്നതാണ്. നമ്മളെ ബാഗ് ഇതോ. ഇത് ആപ്പിളാട്ടെ ഈ ബോക്സിൽ, ഗ്രീൻ ആപ്പിള്. മണാലിയിൽ നിന്ന് വാങ്ങിയതാണ്, ഹിമാചൽ ആപ്പിൾ. നേരെ റൂമിലേക്ക് കറി. അടിപൊളി റൂം, ബാത്റൂം, വൈ. അങ്ങനെ നമ്മളെ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഫുഡ് എത്തിയിട്ടുണ്ട്. റൊട്ടിയും പിന്നെന്താ പനീർ ബട്ടർ. ഇതാണ് ഇവിടുത്തെ മെയിൻ. നമ്മളിവിടുന്ന് വിട്ട പിന്നെ അതിനുള്ളൂ കാര്യമായിട്ട്. ടേസ്റ്റ് ഒക്കെ നടത്താം. അതാ സൂപ്പറാ. നമുക്ക് എല്ലായിടത്തുനിന്ന് നല്ല തന്നെ കിട്ടി. മോശമല്ല കിട്ടിയ പോകാൻ കിട്ടിയില്ല. അന്ന് തണുത്തിട്ട് ഏതും തിന്നാട്ടാ. ഇവിടുത്തെ ചായ ഒരു ചായ തന്നെ കേട്ടാ. കണ്ടില്ലേ, സൂപ്പർ ചായ. കണ്ടിടാ ചായ സൂപ്പർ. ഇങ്ങനത്തെ ചായ തുടങ്ങിയത് ബെസ്റ്റ് ടീ എന്ന് പറയാം. അതെ, 20 ഉറുപ്പില്ല ഇതിന്. 20 ഉറുപ്പ്യ കുറ്റി ക്ലാസ്. ഇങ്ങനത്തെ ക്ലാസ് തന്നെ ഇവിടെ എത്ര ഉണ്ടായിരുന്നുള്ളൂ ചായ. അടിപൊളി ഡീലിങ് കേട്ടോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്ന റൂട്ടില്. അയ്യോ മോനെ, ആടിന്റെ ലോകം. എത്ര ആടുണ്ടാവും ഇപ്പൊ? അതെ, വീണ്ടും അങ്ങനെ ഡൽഹിയിലേക്ക് 70 കിലോമീറ്റർ ഇനി ചെങ്കോട്ട. ആടുജീവിതം കണ്ട അതിന്റെ അടിയില്
വണ്ടി ഒരു കുഴപ്പമില്ലല്ലോ, ബർക്കോലും പിരിച്ചിലും ഒന്നൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ആദ്യത്തിന് ഇൻസൾട്ടർ ചെയ്തിന് കംപ്ലീറ്റ് പോയി. ഫോട്ടോ ഇടാനൊക്കെ ഒരു മടി. മാസിൽ ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ബാക്ക് എന്തിനാ കിട്ടിയെന്നല്ലേ വണ്ടിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. ഇപ്പൊ മഹീന്ദ്രനെ നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കർഷക സമരം ഇന്നലെ കണ്ടമാനം ഇങ്ങനത്തെ ഇതിങ്ങനെ വരുന്നുണ്ട് ഫുള്ള്. ഈ ഇത് കർഷക സമരം ഡൽഹി കർഷക സമരം കണ്ടോളി. എത്രയോ കിലോമീറ്റർ ഫുള്ള് പെടുത്തുന്ന കർഷകര് കണ്ടില്ലേ. ഓരോരോ സംഭവങ്ങള് മിലിറ്ററിനൊക്കെ ഇറക്കിയിട്ട് അടിച്ചു വായിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിഹാങ്കികൾ കാണണ്ടേ, നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് സെൽഫി എടുക്കാട്ടാ. എത്രമാനം സ്പോട്ടാണ്. സ്പീക്കറിലുണ്ട് എന്താ ആയിപ്പെട്ട നിഹാങ്കികള് കർഷകരിൽപ്പെട്ട കത്തിയൊക്കെ ഉണ്ടവരൊക്കെ അരിയില് കത്തിന്റെ കത്തണ്ട. പോണതാ കുതിരകള് മൊത്തം വരുന്നുണ്ട്. കുതിരകള് പടയാളികൾ എന്തൊക്കെയാണ്. സപ്പോർട്ട് ഇവിടെ ഒന്ന് കാണാൻ തുറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൊടിയും വെച്ചിട്ട് കട്ട ബ്ലോക്ക് കർഷക സമരം. അങ്ങനെ നമ്മൾ കർഷക സമരത്തിൽ പങ്കെടുത്തിട്ടാ. സപ്പോർട്ട് ഫാമേഴ്സ്, സപ്പോർട്ട് വൃത്തിയുള്ള ഷിഫ്റ്റ് ഒക്കെ അതല്ലേ. അതൊക്കെ നിഹാങ്കികൾ സപ്പോർട്ട് ആരും നോക്കിയില്ലല്ലോ. ഗാഡി ബഹുത് മുഷ്കിൽ. കടക്കാൻ തുറപ്പിച്ചിട്ടുണ്ടാവില്ല. ആൾക്കാർ പാസേജിലൊക്കെ ആളിരിക്കുക. ഫുഡ് നമ്മളിപ്പോ കൊറേ ഉള്ളേരിയിലാണ്, ബ്ലോക്ക് ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടതാണ്. നല്ല സ്മെല്ലുണ്ട്. ക്ലാസ് നിൽക്കാം. ഫുൾ ബ്ലോക്കാണ് ഡൽഹി. ഇവിടെ മിലിറ്ററി ഒക്കെ ഉണ്ട്. ഇവിടെയാണ് സമരത്തിന്റെ മെയിൻ സ്ഥലം. ഇവിടെ ബ്ലോക്കാക്കി ബഹുത് മുഷ്കിൽ. വടി വാള് കുന്തൊക്കെ ഉണ്ടവരൊക്കെ. ചിലപ്പോ വടിന്റെ ഉള്ളിലും വാളേക്കാരാം. അങ്ങനെ ദില്ലി പോലെ ബ്ലോക്ക് ഇപ്പൊ കൊറേ റെഡി ആയി സെറ്റായി ഇങ്ങനെ പോവാണ്. വർക്ക് നടക്കുന്നുണ്ട് എല്ലാം. ഓവർ ബ്രിഡ്ജിന്റെ ഒക്കെ ഫ്ലൈ ഓവർ എന്നാ പറയല്. ആയിക്കോട്ടെ. നമ്മളെ മറ്റേ ബാലാരിവട്ടം പാലം നല്ല നല്ല ഉറപ്പുള്ള കോൺക്രീറ്റ് ആണ്. മഞ്ഞ് കണ്ടു. 28 കിലോമീറ്റർ ആണ് നമ്മുടെ ജുമാ മസ്ജിദിലേക്ക്. അവിടെയാണ് വാങ്ങോണ്ട ഫസ്റ്റ് പോകുന്നത്. ജുമാ മസ്ജിദ് ഡൽഹി. ഫുൾ വേസ്റ്റ് ആണിത്. വേസ്റ്റ് മല. എന്താ JCB ഓടുന്നത് അങ്ങനെ ഓരോന്ന് ഒഴിവാക്കി മാറ്റണ കംപ്ലീറ്റ് വേസ്റ്റ്. ഡൽഹിന്റെ ഇത് എന്തൊക്കെ സംഭവങ്ങളുണ്ട് അവിടെ നമുക്കറിയില്ല. അറിഞ്ഞവര് പറഞ്ഞുതരാ. എന്താ റോഡ്, എത്ര വരിയത്? 1, 2, 3, 5 വരി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായി. ഫുൾ ബ്ലോക്ക്, കട്ട ബ്ലോക്ക് ചെയ്യുന്നു. ഇതേപോലെ ഗല്ലി കൂടി ഇങ്ങനെ പോവാണ്. ഭയങ്കര തിരക്ക്. ആൾക്കാർ അങ്ങോട്ടും കൂടി നടക്കണ ഓരോ വണ്ടികൾ പോവാണ്.
ഇതിൻ്റെ ആയതുകൊണ്ട് പിന്നെ 200 meters, road turn നമ്മൾ left എത്തിപ്പെടും. onto Gangeshwar Dam Marg. അങ്ങനെ നമ്മളിവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ആരടാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഡൽഹി ജുമാ മസ്ജിദിക്ക് കുറച്ചുള്ളൂ ഒരു 5-10 മിനിറ്റ് നടക്കാനുള്ളൂ. പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂല. വല്ലാത്തൊരവസ്ഥ ഇവിടെ കല്ല് കൊണ്ടുവേണ്ടില്ലേ മരണ ബ്ലോക്ക് ഡൽഹി ഇങ്ങനെ ആവുന്ന പ്രതീക്ഷിച്ചില്ല. കല്ല് തള്ളില്ല മനസ്സിലെ കല്ല് പാവല അതിന്റെ അടിയിൽ കൂടി പോയി. ഇത് വലിയ പ്രശ്നം ഈ സൈക്കിളും ഇതൊക്കെയാണ്. ഇതൊക്കെ നോക്കി ഈ സൈക്കിൾമേലൊക്കെ എത്രപോലെ വെച്ച് കെട്ടിക്കൊണ്ടോണ്ട് കാലൊക്കെ കടിച്ചിക്കണ്ട് അത് നടുക്ക് വരുന്നു ഒരാള്. സൈക്കിള് നോക്കണോ. അങ്ങനെ മിക്കവാറും നമ്മൾ ഡൽഹി ജുമാ മസ്ജിദ് ക്യാൻസൽ ചെയ്യും, നേരെ ആഗ്ര അടിക്കും. പോലീസ് തിരക്കുന്ന കൈയ്യട്ടാൻ വിചാരിച്ചിട്ടാവും. ഏതായാലും തൽക്കാലം നമ്മളെ പോലീസ് ഇടിച്ചിട്ടുണ്ട്, എന്താവും നോക്കട്ടെ. അങ്ങനെ നമ്മൾ പ്ലാൻ ബി നേരെ ആഗ്ര പിടിക്കാനുള്ള പ്ലാനാണ്. മസ്ജിദ് ക്യാൻസൽ ആക്കി പൂതിയിട്ട് ഡൽഹിന്റെ പൂതിയിട്ട് ഫൈന് കൊണ്ട് ഫൈന് 2000 ലെഫ്റ്റ് നേരെ എക്സ്പ്രസ് കയറിയിട്ട് കണ്ട് വിടണം. ആഗ്ര താജ്മഹലാണ് അടുത്ത പരിപാടി. താജ്മഹൽ ഈ ലെഫ്റ്റ് അല്ല റൂപ ഇതിങ്ങനെ റൗണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരേ റൗണ്ട് എക്സിറ്റ് ആണ് എക്സ്പ്രസ് 90 റേഡിയസ് പോട്ടെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ തിരി 90 ഡൽഹിക്ക് കാററ്റ് വന്നാൽ പെടും, ഉറപ്പാണ് പെടും. കേരള വേണ്ടിട്ട് വണ്ടി അവിടെ ഹോട്ടലിൽ നിർത്തുക, ആ പരിപാടി നടക്കുള്ളൂ. ബൈക്ക് കിടക്കൂട്ടെ മക്കളെ, ബൈക്കിട്ട് നേരെ 1.7 1.7 ഇവിടെ വണ്ടി തട്ടല മുട്ടല എന്നൊരു വിഷയമല്ല. ആൾക്കാർ വണ്ടി തട്ടിയാണ് മൈൻഡ് ചെയ്യാതെ പോവാ. എല്ലാ വണ്ടിയും സ്ക്രാച്ച് ഉണ്ട്. തന്നെ നമ്മള് വണ്ടി ഒരു സൈക്കിൾ വണ്ടി ഒന്ന് കുലുങ്ങി, വേറൊന്നും കണ്ടില്ല, ഇറങ്ങി നോക്കിയില്ല. ഓട്ടോറിക്ഷക്കാര് തീരെ. വാസിൽ എന്താണ് അവസ്ഥ? ഡൽഹിനെ കുറിച്ച് 2 വാക്ക് പറയും. തലാട്ടിലുള്ളൂ നമ്മളെ മോദിജി ഉദ്ഘാടനം ചെയ്ത പാലത്തിലേക്കാണ് നമുക്ക് പോകുന്നത്. ഏതായാലും പോട്ടെ, നേരെ ആഗ്രയാണ് അടുത്ത ലക്ഷ്യം. ആഗ്രയാണ് അടുത്ത ആഗ്രഹം. താജ്മഹലിന്റെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ 1000ന്റെ സങ്കടം ഞങ്ങൾക്ക് അവിടെ താജ്മഹലിൽ തീർക്കണം. അപ്പൊ ഓക്കെ, കാണാം. മേലെ കൂടി മെട്രോ പോകണം. ഒരു സൈഡിൽ ഫുള്ള് കോളനി, ഒരു സൈഡിൽ ഫുള്ള് വേസ്റ്റ് ഇട്ട് കൂട്ടി. എന്തൊക്കെയാണ് നമ്മൾ സീത പോവാം. ഗാസിയാബാദ് അക്ഷർബദ് മന്ദിർ അവിടെ നാട്ടി പിടിച്ചു നിസാൻ മാഗ്നറ്റിന്റെ പരസ്യം. ചെടികളൊക്കെ നല്ല രസമായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. വൈറ്റ് ചെടി പിന്നെ കുറെ കാണാൻ കഴിയുന്നത് ഇവിടെ കുറെ പ്രാവുകള് ഈ കണ്ട, ഞാൻ കണ്ടില്ലല്ലോ. എവിടെ കൊറേ തീറ്റെടുക്കാനായിട്ട് വരാം ആൾക്കാർ. ഒരു വെറൈറ്റി ബിൽഡിങ് കളറല്ലേ. മെട്രോ പോകണം, മേലെ കൂടി മെട്രോ. ബ്ലോക്ക് വേണം. നെറ്റ് ആണല്ലോ റൗഫൻഡില്.
മെട്രോന്റെ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ. കൊറേ കാണാണ്ട് ഇവിടെ, കൊറേ കാണാണ്ട്. വലിയൊരു തോതാണ്. പക്ഷെ എങ്ങനെ ഇവിടെ നടക്കാന്നൊരു ഐഡിയ ഇട്ടില്ല വേണ്ടിട്ട്. ടാക്സി ഉണ്ട്, ടാക്സി ഉണ്ട്, അതിലെങ്ങനെ പോവാം? സൈക്കിൾ, ഓട്ടോ. ഞങ്ങൾ അടച്ച ഫൈനോട് ഒരു യൂബർ വിളിക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ കാണാൻ. റോഡൊക്കെ സെറ്റാണല്ലേ. ഒരു ഗെയിം കാണുന്ന പോലെ അല്ലേ. മെട്രോ ന്യൂഡൽഹി മെട്രോ. പ്രാവും ഉണ്ട്, ആ ലൈൻമ ഫുള്ള് പ്രാവ്. അവിടെ ഇരുന്നോട്ടെ ഏതായാലും. കല്ലുണ്ടാക്കില്ലേ. വിശക്കുണ്ട് കേട്ടോ ഫാസിലെ, വിശക്കുണ്ട്. എന്തെങ്കിലും പരിഹാരം കാണണം. ഒരു റൂം എടുത്തിട്ടുണ്ട്. ഇവിടെ ആ കർഷക സമരം ഇവിടെ ഉണ്ട്. നേരത്തെ ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോ ഉണ്ടായിന്, ഇവിടുന്ന് വരുമ്പോ ഹൈവേയിലുണ്ടായിന്. ഇവിടെ ഉണ്ട് പറക്കട്ടെ വണ്ടി. ആഗ്രഹിക്കാണ്. ബാക്കത്തെ ടയറും ചെറിയൊരു പ്രശ്നമുണ്ട്, ഇടക്കും തലട്ടോ കിട്ടാ ഫാസിലെ. ഓ വെൽക്കം ടു ഗ്രേറ്റർ നോയിഡ. കണ്ടോടി വല്ലാത്ത ജാതി റോഡ്. ഇതാണ് യമുന എക്സ്പ്രസ് കേട്ടോ. ഡൽഹിന്ന് ആഗ്ര. വെൽക്കം ടു യമുന എക്സ്പ്രസ്. അപ്പൊ നമുക്ക് ആഗ്രഹിന്ന് കാണാം. ഈ റോഡ് കുറെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, സ്പീഡ് വേണമെങ്കിൽ കണ്ടോളൂ. ടയർ പൊട്ടാനായിക്കണം, എന്നാലും 120 കുറക്കണ്ട. പക്ഷെ നമുക്ക് ക്യാമറ എടുത്തേക്കാൻ തോന്നുന്നില്ല. നമുക്ക് കാണാം. റോഡ് കണ്ടിട്ട് ക്യാമറ ഓഫാക്കാൻ തോന്നുന്നില്ല. ഏതാ റോഡ്? ടയർ പൊട്ടാനായതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിനായിട്ട് സ്പീഡ് ഉണ്ടാവും. പേടിച്ചിക്കണ ആ ചെറിയ മാത്രമേ ഉള്ളൂ കേട്ടോ. ഉള്ളില് ഭയങ്കര പേടിയാണ്. ഇവിടെ സൈഡില് പോയിക്കണ് സ്പോർട്സ് സിറ്റി. നമ്മളെ ഫെറാറി എടുത്തിക്കണെങ്കിൽ ഇവിടുന്നൊക്കെ അല്ലേ. ഓ നമ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ കൈ പിടിച്ച് എന്തോ പ്രതിമല്ലേ. യമുന സിറ്റി, യമുന എക്സ്പ്രസ് ഹൈവേ. അപ്പൊ നമ്മൾ താജ്മഹലിന്റെ റൂട്ടിലൂടെ ഇങ്ങനെ പോയി വണ്ടി അങ്ങനെ കുതിരവണ്ടിയൊക്കെ താജ്മഹൽ ഇങ്ങനെ കാണുന്നുണ്ട്, ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ കാണിച്ചില്ല. ഇവിടെ എൻട്രി, ഇവിടെ ടിക്കറ്റ് എടുക്കണം ആദ്യം. എന്താണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം വണ്ടി നമ്മളെ കയറ്റി കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട, ഇത് വേണ്ട. എന്തോ പ്രശ്നമുണ്ട്, നോക്കട്ടെ എന്ത് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ഇത് ഓൺലൈൻ ടിക്കറ്റ്, താജ്മഹലിൽ കയറാൻ ഓൺലൈൻ ടിക്കറ്റാണ് ഉള്ളത്. ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ടിക്കറ്റ് 0 ആണ്. അപ്പോൾ തൽക്കാലം നോക്കട്ടെ, ചിലപ്പം റൂം എടുത്തിട്ട് നാളെ രാവിലെ ഇവിടെ കയറും ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്. അത് അറിഞ്ഞില്ല ആദ്യം.
ഓൺലൈൻ ടിക്കറ്റ് ആണെന്ന് അറിഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെ വെറുതെ ജസ്റ്റ് ഇവിടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവാണ്. അങ്ങനെ ഏതായാലും ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവരെ ഈ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ ചെറിയൊരു കറക്കം കറങ്ങാനുള്ള പരിപാടിയാണ്. മാം ഇതരെ ഓക്കെ. ഇവിടെ ഈ ചുറ്റുവട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാറുണ്ട്. ഇതൊക്കെ 10 രൂപയാണ് പറഞ്ഞത്. ഷൂവിന്റെ കവർ അതാണ് ഷൂവിന്റെ കവർ. നീ വേണ്ട പോട്ടെ ബ്രോ. സംഗതികളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ആള്. ടീം ഏതായാലും വെറുതെ അപ്പൊ കറങ്ങാൻ വിചാരിച്ചേ. റൂം എവിടെയാണ് ഇത്? ആയിക്കോട്ടെ. റൂമിന്റെ അടുത്ത് തന്നെയാണല്ലോ. ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഗാർഡനാണ്. ഗാർഡൻ ആ റോഡ് ക്രോസ് ചെയ്ത് കളിക്കുക. അതാണ് ആഗ്ര ഫോർട്ട്. ഓരോരോ ഐറ്റംസ് വണ്ടികൾ ഇവിടെ കണ്ടില്ലേ? പല മോഡല്. ഇവിടുത്തെ സ്പെഷ്യൽ മുട്ടായി പേട. അടിപൊളി ടേസ്റ്റാണ്. പേട്ട. ഓക്കെ. 2 പാക്ക് ഞങ്ങൾ വാങ്ങി. സൂപ്പർ. പിന്നെ ആഗ്രയിലെ മെയിൻ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ലെതറിന്റെ ഷൂ, ജാക്കറ്റ്, കോട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. വണ്ടിന്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. ഏതായാലും ഇന്ന് താജ്മഹൽ നടന്നില്ല. നാളെ ഇൻഷാല്ലാ നാളെ കാണണം. അപ്പോൾ ഒന്നിവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടെ അടുത്ത് പിന്നെ ഫോർട്ട് ഉണ്ട്, അവിടെ പോകണം. ഇത് പിന്നെ നമ്മൾ വൈകുന്നേരമല്ലേ, ഏതായാലും വെറുതെ ഇരിക്കല്ലേ അല്ലേ? ആ സ്ഥിതിക്ക് ഈ കയറി 10 രൂപ ഉള്ളവരൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അവിടെ ഒക്കെ ചുറ്റി കറങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. അങ്ങാടി പോവാൻ ഇവിടെ കുറെ ഉണ്ട് ഇങ്ങനത്തെ വണ്ടി. അങ്ങാടിയും കോട്ടയൊക്കെ പോകാലോ. ഒടിവ് കുറവുള്ളൂ എല്ലാവർക്കും. 2 സീറ്റിന്റെ ഇതില്ല, ചെറുത് ചായ എടുക്കാനൊക്കെ പോവാം. കാരൻസ് ഒക്കെ പോകാൻ പറ്റില്ല. കാരൻസ് പോവാം. തണുപ്പുണ്ട് കേട്ടോ. മല്ലു അങ്ങനെ ഞങ്ങള് KFC ആഗ്രയിൽ KFC കയറാന്ന് കരുതി ഇങ്ങനെ പോന്ന്. KFC തപ്പി ഏതായാലും ഒരു 5 കിലോമീറ്റർ ഓടി KFC എത്തിയിട്ട്. അതിലിപ്പോൾ കിട്ടി ഇനി കയറാണ്. KFC എത്തിക്കുന്നു. ആഗ്ര KFC ഉണ്ട് നോക്കട്ടോ. ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തുള്ള റൂമിൽ എത്തിക്കണം. വീരൻ റെസിഡൻസി എന്തോ ആണ് പേര്. കണ്ടിട്ട് എത്രയാണ് സുഖമില്ല. ഇവിടെ ആഗ്രയിൽ തന്നെയാണ്. നാളെ രാവിലെ എണീറ്റ് താജ്മഹൽ കാണാൻ പോകാണ്ടായതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെ റൂം എടുത്ത്. ഏതായാലും വേണ്ടിയില്ല, നല്ല ക്ഷീണമുണ്ട്. ഇനി നേരെ പോയി ഉറങ്ങണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.